കാസർകോട്ടെയും കണ്ണൂരിലെയും കാറ്റിന് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നല്ല ചിക്കൻ ബിരിയാണിയുടെ മണമായിരുന്നു. എന്നാൽ വയനാട്ടില് ഈ കാറ്റൊന്നുമില്ല, പക്ഷെ നല്ല കോടയാണ്. ഈ കോടയ്ക്ക് നല്ല ബിരിയാണി മണം വരുന്നുണ്ട്, നല്ല തണുപ്പാണ്. എന്തായാലും ബിരിയാണി ഫെസ്റ്റ് ചുരം കയറി ഇങ്ങ് വയനാട്ടിലെത്തിയിരിക്കുകയാണ്. വാ. തണുപ്പാ, വാളാട്ടെ തണുപ്പ്, ഭയങ്കര തണുപ്പാ. കിട്ടുന്നില്ലേ? നല്ല എന്റെ വെളിച്ചെണ്ണേ, നീ എപ്പോഴാ ഒന്ന് ഒരുങ്ങിയ? വെളിച്ചെണ്ണ പാവാണ്, വിട്ടേക്ക്, വെറുതെ വിട്ടേക്ക്. അത്യാവശ്യം ഒരുങ്ങിയിട്ട് വെളിച്ചെണ്ണ നോക്കുക. ഇത് വയനാട്ടിന്റെ സ്ഥിരം തന്നെയായിരിക്കും. ഇതുപോലെയല്ല, ഇതിപ്പം കുറച്ചൊരു വെയിൽ വന്നതുകൊണ്ടോ, അല്ലാതെ കട്ട പിടിച്ചിട്ട് നമുക്കിത് പുറത്തേക്ക് വരൂല, ആ അവസ്ഥയിലായിരിക്കും. അത് ബിരിയാണി 1/2 മണിക്കൂർ മതി, വെളിച്ചെണ്ണ ഒരുക്കാൻ 1 മണിക്കൂർ വേണം. പഞ്ചസാരയല്ല, വെളിച്ചെണ്ണയാണ്. കുറച്ച് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. ഇത് വരട്ടിന്റെ സ്മെല്ല് അടിച്ചിട്ടുണ്ടെങ്കിലോ കാണാൻ പറ്റില്ല. ഫസ്റ്റ് അടിക്കുമോ? ഫസ്റ്റ് അടിക്കണം. അവിടെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. നോക്കാം. ഞാൻ ദമ്മാണ്. എന്റെ സ്പെഷ്യൽ ബിരിയാണി. പേരെന്താ? സജിന. അപ്പൊ സജിന ബിരിയാണി. ശില്പ. അത് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ വെച്ച് ബുദ്ധിപൂർവ്വം നീങ്ങി ചൂടുണ്ടാക്കി ചൂടുള്ളതിട്ട് വെച്ചു കുപ്പിയോടൊക്കെ. ഇല്ല, മസാല ഉണ്ടാക്കും, പൊരിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് കപ്പടിക്കണം. ഇത് വെളിച്ചെണ്ണല്ലേ, തൈരൊന്നല്ലല്ലേ? അതാ വെളിച്ചെണ്ണ കണ്ട പാല് പോലെ ഉണ്ട്, പാലിന്റെ കുപ്പി പോലെ ഉണ്ട് വെളിച്ചെണ്ണ കണ്ടാൽ. ഒരു 10-15 മിനിറ്റ് സമയം ഇവർക്ക് വെളിച്ചെണ്ണ ഒരുക്കാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല, ഗീയും സൺഫ്ലവർ ഓയിലും. ഇപ്പൊ നേരത്തെ ഒരു വെളിച്ചെണ്ണ കുപ്പി എടുത്തിട്ട് ഭയങ്കരമായിട്ട് മൽപ്പിടുത്തമായിരുന്നു രാവിലത്തെ ഒരു 1/2 മണിക്കൂർ. അത് പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ, ഒരു വ്യായാമം വേണ്ട. ഇതൊരു ടാസ്ക് തന്നെയാണ്. ഇവിടെ വയനാട്ടിലെ ഭാഷയെ പറഞ്ഞാൽ, മാനന്തവാടി ഭാഷയെ പറയുകയാണെങ്കിൽ പീഞ്ഞിരിക്കാൻ അറിയും. ഈ കുപ്പിയുടെ അവസ്ഥ ഉണ്ടല്ലേ, ദയനീയമായ അവസ്ഥ. ഈ നമ്മൾ കോഴിക്കോട് ഭാഷയെ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഞെരുങ്ങുക എന്നൊക്കെ പറയുമേ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വെളിച്ചെണ്ണ അവസ്ഥ ദയനീയം തന്നെയാണ്. എന്തായാലും ബിരിയാണി ഫെസ്റ്റ് കെങ്കേമായി തന്നെ പുരോഗമിക്കുന്നു. കപ്പടിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് 30 പേരും. ഇനി നാളെ ഫെസ്റ്റ് കോഴിക്കോടാണ്. അപ്പോൾ എന്തായാലും അവിടെ വെച്ച് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.